അപ്പൊ ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ തഹജ്ജുദിന് എഴുന്നേക്കണം, അതിലേക്ക് നമുക്ക് പോകണം. എഴുന്നേക്കണം നമ്മൾ വിജയിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നിസ്കരിച്ചില്ല പിന്നെ ആരാ നിസ്കരിക്കുന്നത്? നമ്മൾ ഇതിനു വേണ്ടി കച്ചകെട്ടറിയാം. നമുക്ക് ഭക്ഷണം തരുന്നു, നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്നു. ഇതെല്ലാം വലിയ പ്രതീക്ഷയോടാണ് ആളുകൾ വരുന്നത്, ആണോ അല്ലയോ? അപ്പൊ നമ്മളിൽ മാറ്റം വേണോ? ഈ തരുന്നവർക്ക് കൂലി കിട്ടണോ? ഒരു പാഴ്ചലമായിട്ട് തള്ളുന്ന കാശല്ല അത്. നമുക്ക് വളരെ മൂല്യവത്തായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നാട്ടുകാർ നമുക്ക് ഭക്ഷണം, വെള്ളവും അല്ലെങ്കിൽ മറ്റെല്ലാ സൗകര്യങ്ങളും തരുന്നത്. ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സമൂഹം പുറത്തുണ്ടോ ഇല്ലയോ? നിങ്ങൾ സുഖമായിട്ട് പഠിക്കുന്നു, ഇതിനു വേണ്ടി ത്യാഗം ചെയ്യാൻ ഒരു സമൂഹം പുറത്തുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ സൽക്കർമ്മ നമ്മൾ നന്നായെങ്കിലല്ലേ കിട്ടത്തുള്ളൂ, അല്ലേ? ഞാൻ എൻ്റെ പുസ്തകത്തിലോട്ടൊന്നും കാണുന്നില്ല. പുസ്തകത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പറയാം. എന്താ പറയാ? നമുക്ക് മാറ്റം വേണ്ടേ? ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സംഭവത്തിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. തഹജ്ജുദിന് എഴുന്നേൽക്കുന്നത് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട നബി ഏതാ? ഏത് നബിയാ? മൂസാ നബി അലൈഹിസ്സലാം, അല്ലേ? ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട നബി ഏതാ? മൂസാ നബി അലൈഹിസ്സലാം, അല്ലേ? ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശത്രു ആരായിരുന്നു? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലേ? ആ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി എന്തിനു വേണ്ടി ക്രൂരതയെ കാട്ടിയത്? മൂസാ നബി ജനിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു, അല്ലേ? ആണായിട്ട് പിറന്ന ഒരു കുട്ടിയെ പോലും എന്ത് ചെയ്തില്ല? ബാക്കി വെച്ചില്ല. അപ്പൊ എത്ര ക്രൂരത! അവസാനം മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച മൂസാ നബിയെ ഫിറഔന്റെ അനുയായികളായ സാഹിരികൾ മൂസാ നബിയെ വിശ്വസിച്ചു പറഞ്ഞ് ഒരു കൈയും ഒരു കാലും വെട്ടിയ ചരിത്രമൊക്കെ ഖുർആനിലില്ല. അത്രയ്ക്ക് ക്രൂരനല്ലായിരുന്നു. അതുമല്ല, ബനൂ ഇസ്രായേലുകാരെ അടിമകളായിട്ട് വെച്ച് ഒരുപാട് പീഡനങ്ങളാണ്. ഈ ഫിറഔൻ നശിക്കാൻ വേണ്ടി, ഈ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി നശിക്കാൻ വേണ്ടി ആരാണ് ദുആ ചെയ്തത്? മൂസാ നബിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. മൂസാ നബി ദുആ ചെയ്തു. പ്രവാചകന്മാരുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. കാരണം എന്താ? പ്രവാചകന്മാരാരാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നു ചെയ്തിട്ട് നമ്മൾ എന്ത് ഓതും? ഏത് സൂറത്താ ഓതുന്നത്? എത്രണ്ണം ഓതും? 3 ഓതിയുള്ള പവർ എന്താ? 1 ഓതിയാൽ എന്താ കിട്ടുന്നത്? 2 ഓതിയാൽ എന്താ കിട്ടുന്നത്? 3 ഓതിയാൽ എന്താ കിട്ടുന്നത്? ഒരു പ്രതികല്ല അല്ല, ഒന്നാണോ? അല്ല, ഒന്നല്ല. നമുക്ക് മനസ്സിലാക്കണ്ടേ? ഒരു ചെയ്തു തീർന്നു പോത് 3 സൂറത്തുൽ ഖദർ ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയ ബബർ. എന്താ പറയുന്നത്? ഒരു ചെയ്തു തീർന്നു പോത് 3 സൂറത്തുൽ ഖദർ ശുഹദാ സിദ്ദീഖ് അംബിയ ഇൻചാരയ ബബർ. നീ വാഹനത്തിൽ കയറിയാൽ ഇത് ഓതണേ പതിവ്, ഈ അറിവ് കുറെ പേർക്ക് നീയും ചെയ്യണേ ഷെയർ. എന്താ പറഞ്ഞത്? 1 ഓതിയാൽ കിട്ടും ശുഹദാഇന്റെ പ്രതിഫല. 2 ഇയാൾ പതിവാക്കിയേക്കുക, ശുഹദാഇന്റെയും കിട്ടും, സിദ്ദീഖിന്റെയും കിട്ടും. ഇയാൾ 3 പതിവാക്കിയേക്കുക, ശുഹദാഇന്റെയും കിട്ടും, സിദ്ദീഖിന്റെയും കിട്ടും, അമ്പിയാക്കന്മാരുടെയും കിട്ടും. അപ്പൊ 1 ഓതുമ്പോൾ ശുഹദാഇന്റെ കിട്ടുമ്പോൾ ശുഹദാഇന്റെ നേതാവിനെ ഓർക്കണം. ആരാണത്? ഹംസത്തുൽ ഖറർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖിന്റെ നേതാവ് ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. ഇനി 3 ഓതിയാള് 3 പതിവാക്കുക, ശുഹദാഇന്റെയും കിട്ടും, സിദ്ദീഖിന്റെയും, അംബിയാ മുർസലീങ്ങളുടെ നേതാവ് ആരാ? ഹബീബായ റസൂലുള്ളാഹി. അതിനപ്പുറത്തൊരു പദവി ഉണ്ടോ? ഈ അമ്പിയാക്കന്മാരുടെ പ്രത്യേകത എന്താ? അമ്പിയാക്കന്മാരെ അള്ളാഹ് തെരഞ്ഞെടുത്തവരാണ്. അമ്പിയാക്കന്മാരെ ആര് തെരഞ്ഞെടുത്തതാ? അള്ളാഹ് തെരഞ്ഞെടുത്തപ്പോൾ അള്ളാഹ്ക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമോ? ഈ ഒരു നബിയെ അല്ലാതെ ക്യാൻസൽ ആക്കുമോ? ക്യാൻസൽ ആവത്തില്ല. കാരണം അള്ളാഹ്ക്ക് തെറ്റ് പറ്റത്തില്ല. അപ്പൊ അതിനപ്പുറത്തൊരു പദവിയില്ല. ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ആര്? കരീമുല്ലാഹി മൂസാ നബി. ആ മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. പക്ഷെ ഇവിടെ കിട്ടുന്നില്ല. ആർക്കെതിരെയാ ദുആ ചെയ്യുന്നത്? ഫിറൗനതെ. ഫിറൗനുടെ കാലങ്ങളോളം ദുആ ചെയ്ത് ഉത്തരവില്ല. അവസാനം മൂസാ നബിക്ക് അല്ലാഹു തആല അറിയിച്ചു, മൂസാ അവന് 2 സ്വഭാവ ഗുണങ്ങളുണ്ട്. എത്ര സ്വഭാവ ഗുണങ്ങളുണ്ട്? 2 സ്വഭാവ ഗുണമുണ്ട്. അതുകൊണ്ട് എന്റെ ശിക്ഷ പെട്ടെന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. നീ ശിക്ഷയ്ക്ക് വേണ്ടി അവനെ നശിപ്പിക്കാനോ ദുആ ചെയ്യാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ അവനെ നശിപ്പിക്കത്തില്ല. അവന് 2 സ്വഭാവമുണ്ട്.
എത്ര സ്വഭാവമുണ്ട്? ഒന്ന് ഏതാണെന്നറിയോ? ഒന്ന്, ഇവൻ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കും, എന്നിട്ട് അവന്റെ തോട്ടത്തിലൂടെ ഞാൻ ഉലാത്തും. ആ സമയത്താണ് എന്തു പറഞ്ഞത്? സ്വർഗത്തിന്റെ കാറ്റടിക്കുന്നത്. ഈ കാറ്റ് വീശുന്ന മുസ്ലിമിനും അമുസ്ലിമിനും ഗുണം ചെയ്യുക. ദുനിയാവ് ആർക്കുള്ളയാ? മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ? മുസ്ലിങ്ങളുടെ വീട്ടിൽ മാത്രമേ അള്ളാഹുവിന്റെ റഹ്മത്തായ മഴ പെയ്യത്തുള്ളൂ. മുസ്ലിങ്ങൾക്ക് മാത്രമേ അധികാരം കൊടുക്കത്തുള്ളൂ. മുസ്ലിങ്ങൾക്ക് മാത്രമേ സമ്പത്ത് കൊടുക്കത്തുള്ളൂ. അല്ല, ഇവിടെ അതാണ് റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എല്ലാവരെയും എന്ത് ചെയ്യും? അള്ളാഹ് പരിഗണിക്കും, സമ്പത്തും അധികാരവും ഒക്കെ. അല്ല, കാരണം എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റാൽ നമ്മൾ വിജയിക്കും. അത് കാഫിറായപ്പോൾ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മുടെ കാര്യം പറയണ്ടോ? നമ്മൾ അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് എഴുന്നേറ്റാൽ നമുക്ക് നഷ്ടം വരുമോ? രണ്ടാമത്തെ അവന്റെ ഗുണമെന്ന് പറഞ്ഞാൽ യവൻ വലിയ രാജാവല്ലേ, യവൻ പ്രജകൾക്ക് സദഖ കൊടുക്കും. ആർക്ക് കൊടുക്കും? ഫിറഔൻ സദഖ കൊടുക്കും. അവസാനം ഈ ഫിറഔന്റെ ചെവിയിലും എത്തി. എന്താ എത്തിയെന്നറിയ സന്ദേശം? നീ ഇത്ര ക്രൂരത കാണിച്ചിട്ടും നിന്നെ പടച്ചോ നശിപ്പിക്കാത്തത്. മൂസാടെ റബ്ബ് പറഞ്ഞ് എന്താണെന്നറിയോ? നിനക്ക് 2 സ്വഭാവ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാ? സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്നതും പിന്നെന്താണ്? സദഖ കൊടുക്കും. അങ്ങനെ അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ചവൻ കേട്ടവൻ പറഞ്ഞ എന്താണെന്നറിയോ? അങ്ങനെ മൂസാടെ റബ്ബ് പറഞ്ഞെങ്കിൽ ആ പണി ഇന്നോട്ട് നിർത്തുവാന്ന് പറഞ്ഞു. ആ പണി ഇന്നോട്ട് നിർത്താതെ. പിന്നെ ശിക്ഷ ഇറങ്ങാൻ താമസമുണ്ടോ? അപ്പൊ നമുക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടണോ? ഈ നാഫിയായ പ്രയോജനപ്രദമാവണോ? എന്ത് വേണം? നമ്മൾ മുത്തഅല്ലിമാവുമ്പോൾ യഥാർത്ഥ മുത്തഅല്ലിമാവും.